നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 10-ാം തീയതി 1199-ാം ആണ്ട് കർക്കിടക മാസം 26-ാം തീയതി ശനിയാഴ്ച. ഇത് ശനിയാഴ്ചയാണ്. ചിത്തിര നക്ഷത്രമാണ്. നക്ഷത്രം വളരെ ദോഷപ്രദമായ നക്ഷത്രമല്ല എങ്കിൽ പോലും ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി ഒരു പ്രത്യേകതയുള്ളത്, ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ ഉപദ്രവിക്കുന്നത് പോലെ ഒരു ഗ്രഹം ഉപദ്രവിക്കത്തുമില്ല. അപ്പോൾ ഈ ശനിയെ എത്രത്തോളം പ്രാർത്ഥനയോടുകൂടി കൊണ്ടുപോകുന്നുവോ അത്രയും ദോഷത്തിൽ നിന്ന് ശനി ഒഴിവാക്കി തരുമെന്നാണ്. ശനിയുടെ പ്രത്യേകത എല്ലാ കാര്യങ്ങൾക്കും മന്ദത വരുത്തും. ഒരു കാര്യങ്ങളും സമയത്തിന് നടക്കാത്ത അവസ്ഥയുണ്ടാക്കും. പലതരത്തിൽ അസ്വസ്ഥതയുണ്ടാക്കും. ഇതൊക്കെയാണ് ശരിക്കും ശനിയുടെ പ്രത്യേകത. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ കർക്കിടക മാസത്തിലെ ചിത്തിര നക്ഷത്രത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥയാണ്. മറ്റുള്ളവർ കുറച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഒരു ദിവസം പോയാൽ മതി. മറ്റുള്ള ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ് നിങ്ങൾക്ക്. പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക അസ്വസ്ഥത, സാമ്പത്തിക ഞെരുക്കം, അതുപോലെ അപകടങ്ങൾ, പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾക്ക് ഇടവരുന്ന കാലഘട്ടമാണ് ഈ ഒരു വർഷം എന്ന് അറിയുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ശനീശ്വരനെ അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ശനിയെ എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും ശുഭഫലം സിദ്ധിക്കും. ശനിയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി എന്ത് ചെയ്യണം? ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം. ശനിവ്രതം നോക്കണം. സൂര്യഭഗവാനെ തൊഴണ ഒരു വർഷക്കാലവും. സൂര്യനെ തൊഴുകയാണ് ഏറ്റവും എളുപ്പ വഴി. ശനീശ്വര യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ശനിയുടെ കാഠിന്യം കുറയുകയും ശനി നമുക്ക് അനുകൂലപ്രദമായി മാറുകയും ചെയ്യും. അതുപോലെ ഇന്നും രാവുകാല സമയം നോക്കി വേണം. ഒന്നാമത് ശനിയാഴ്ചയാണ് നിങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങേണ്ടത്. ഇന്ന് രാവുകാല സമയം വരുന്നത് 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാല സമയം വരുന്നത് 9:24 തൊട്ടേ രാവുകാലം തുടങ്ങുള്ളൂ. അതായത് 10:57 വരെ രാവുകാല സമയമുണ്ട്. രാവുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. ഇപ്പോൾ രാവുകാല സമയം നമുക്ക് പ്രത്യേകിച്ച് യാത്രയ്ക്ക് തിരഞ്ഞെടുക്കരുത്. യാത്രയ്ക്ക് രാഹു എന്ന് പറഞ്ഞാൽ വഴി വെച്ച് തടയുന്ന, അല്ലെങ്കിൽ സർപ്പം തടയുന്നത് പോലെ തടഞ്ഞു കളയും. അതുകൊണ്ടാണ് ഒരു യാത്രയ്ക്ക് പൂർണ്ണമായിട്ട് ആരംഭത്തിൽ ശുഭയാത്രയ്ക്ക് ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം. അതുപോലെ ഗുളികകാലവും യമകണ്ഠകാലവും, ഈ 2 സമയങ്ങളും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഗുളികകാല സമയം 6:19 തൊട്ട് 7:51 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 2:03 തൊട്ട് 3:35 വരെയും. ഇത് ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഇന്ന് ശനിയാഴ്ചയാണ്, അല്ലെങ്കിൽ തന്നെ ശുഭ ദിവസമാണെങ്കിൽ പോലും ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ പാടില്ല. ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കണം. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12:06 തൊട്ട് 12:54 വരെ ആണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ എടുത്തേ തീരുള്ളൂ, ഇന്നത്തെ ദിവസം ഇന്നൊരു കാര്യം ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും അതുപോലെ വീട്ടിൽ നിൽക്കുമ്പോഴുമൊക്കെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. നീല കളറോ അല്ലെങ്കിൽ കറുപ്പായിട്ടുള്ള കളറോ, നീലയും കറുപ്പുമായിട്ട് മിക്സായിട്ടുള്ള കളറോ ആയിട്ടുള്ള വസ്ത്രധാരണം നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ
ഈ ദിവസം അത്ര നല്ലതല്ല. എന്നാലും ഭാഗ്യദായകമായി തീരാൻ വേണ്ടി പ്രകൃതി ശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.